നമ്മളെയൊക്കെ ഏറെ നൊമ്പരപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് 1.5 വയസ്സുള്ള അർഷിത എന്ന ബാലൻ്റെ മരണം. നെഞ്ചിൽ ചവിട്ടിയാണ് ആ കുഞ്ഞിനെ അഷ്കർ എന്ന് പറയുന്ന ആ മനുഷ്യൻ കൊന്നു കളഞ്ഞത്. ഒരു പിഞ്ച് കുഞ്ഞിൻ്റെ നെഞ്ചിൽ ചവിട്ടുക എന്ന് പറയുമ്പോൾ ആ കുഞ്ഞ് എത്രമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടാവും. 6 7 വാരിയലുകൾ തകർന്നു പോയിട്ടുണ്ട് ആ കുഞ്ഞിൻ്റെ. 2 ദിവസം കൊണ്ട് നമ്മൾ വാർത്തകളിൽ കാണുന്നത് ആ കുഞ്ഞിൻ്റെ ശരീരത്തിൽ 51 മുറിവുകൾ ഉണ്ടായിരുന്നു എന്നതാണ്. അതുവരെ നമ്മളെ അത്ഭുതപ്പെടുത്തി, അത് വേദനിപ്പിച്ചു. എന്നാൽ ശരിക്കും 51 മുറിവുകളല്ല, 91 മുറിവുകൾ ആ കുഞ്ഞിൻ്റെ ദേഹത്തുണ്ടായിരുന്നു. ആ പാവം കുഞ്ഞ് എന്തുമാത്രം പീഡനങ്ങൾ സഹിച്ചു എന്നറിയോ? അതിൻ്റെ 2 കൈയും തല്ലി ഒടിച്ചിട്ട് അതിന് ജന്മം നൽകിയ ആ രാക്ഷസി പറഞ്ഞതെന്താ? സൈക്കിളിൽ നിന്ന് വീണതാണ്. വിശ്വസിക്കില്ല, സൈക്കിളിൽ നിന്ന് വീണ് 2 കൈയും മുടിയാന്ന് പറഞ്ഞാൽ ചിലർ വിശ്വസിച്ചു പോവും. കുഞ്ഞിൻ്റെ കുറുമ്പ് കാരണം അങ്ങനെ സംഭവിച്ചതാണ്. അങ്ങനെ വിശ്വസിക്കുന്നതിൽ തെറ്റൊന്നും പറയാനാവില്ല. കാരണം ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല കുറുമ്പാണ്. എനിക്കും അറിയാം, എൻ്റെ വീട്ടിലും ഒരാളുണ്ട്, എനിക്കും ഒരു മകളുണ്ട്. അവളുടെ കുറുമ്പ് ഞാൻ എന്നും കാണുന്നതാണ്. അപ്പോൾ ആ കുഞ്ഞിൻ്റെ കുറുമ്പ് കാരണം അങ്ങനെ സംഭവിച്ചതാണെന്ന് ആദ്യം വിശ്വസിക്കുന്നതിൽ തെറ്റൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ പിന്നീട് അതിൻ്റെ ആ 2 കൈകളും തല്ലി ഒടിച്ചതാണെന്ന് അറിയുമ്പോൾ എന്തുമാത്രം വേദനയുണ്ടാവും നമുക്കൊക്കെ. നമ്മുടെ കുഞ്ഞിന് ഒരു കൊതുക് കടി കൊണ്ടാൽ പോലും സഹിക്കാൻ പറ്റില്ല. ആ സ്ഥാനത്ത് തൻ്റെ കുഞ്ഞിനെ ഇത്രയും ക്രൂരമായി പീഡിപ്പിക്കുന്നതിന് കൂട്ടുനിന്ന ആ സ്ത്രീ, ആ കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് എങ്ങനെ മനസ്സ് വന്നു? നമുക്കൊക്കെ നമ്മുടെ കുഞ്ഞെന്ന് പറയുമ്പോൾ ജീവൻ്റെ ജീവനാണ്. ഞാനൊക്കെ എൻ്റെ കുഞ്ഞ് ചില സമയത്ത് കരഞ്ഞാൽ ചിലപ്പോൾ വെറുതെ കരയുന്നതായിരിക്കും, വെറുതെ വാശിയെടുത്ത് ആവശ്യമില്ലാതെ കരയുന്നതായിരിക്കും. എന്നിരുന്നാൽ പോലും അവളുടെ കരച്ചിൽ കാണുമ്പോൾ ഞാനും കൂടെ കരഞ്ഞു പോകും. എല്ലാവരും എന്നെ കളിയാക്കും, എന്തിനാ കരയുന്നത്, കുഞ്ഞ് കരയുമ്പോൾ കൂടെ കരയാനാണെങ്കിൽ അതിനെ നേരം ഉണ്ടാവുമോ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കും. പക്ഷെ എൻ്റെ മകളൊന്ന് വെറുതെ വിഷമിക്കുന്നത് പോലും എനിക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാനും കൂടെ കരഞ്ഞു പോകുന്നത്. അവൾക്കൊരു പനി വന്നാൽ അതുകൊണ്ട് അവൾ അനുഭവിക്കുന്ന ചെറിയ ബുദ്ധിമുട്ടാണെങ്കിൽ പോലും എനിക്കത് കണ്ടു നിൽക്കാൻ കഴിയില്ല. കുഞ്ഞ് അവർക്കിടയിൽ ഒരു തടസ്സമായിരുന്നു എന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ ഏറ്റെടുക്കാൻ നല്ല രീതിയിൽ നോക്കാൻ ആളുണ്ടായിരുന്നു. ആ സ്ത്രീയുടെ വീട്ടുകാർ തയ്യാറായിരുന്നു, ആ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ വീട്ടുകാർ തയ്യാറായിരുന്നു. ആർക്കും കൊടുത്തില്ല. അതിനെ അത്രയധികം നരകയാതന അനുഭവിപ്പിച്ച് ഈ ലോകത്ത് നിന്ന് തന്നെ പറഞ്ഞയച്ചില്ലേ അവർ. 1.5 വയസ്സ് പ്രായം എന്ന് പറയുമ്പോൾ ഓടി നടന്ന് തുടങ്ങുന്ന സമയം, സംസാരിച്ച് തുടങ്ങുന്ന സമയം. അമ്മയെന്ന് വിളിച്ച് കരയാനല്ലാതെ ആ കുഞ്ഞിന് വേറെ എന്തിനറിയാം? വായിൽ തുണി തിരിക്കിട്ട് വരെ ആ കുഞ്ഞിനെ ഉപദ്രവിച്ചിട്ടുണ്ട്. കരയുമ്പോൾ, ഭക്ഷണം കൊടുക്കുമ്പോൾ കരയുന്നതിന് തല ഭിത്തിയിൽ എടുപ്പിച്ചിട്ടുണ്ട്. ശരീരമാസകലം പൊള്ളിച്ചിട്ടുണ്ട്. ലൈറ്റർ കൊണ്ടും സിഗരറ്റ് കുറ്റി കൊണ്ടും ഒക്കെ പൊള്ളിച്ചിട്ടുണ്ട്. 3 മാസം മുമ്പ് ആ കുഞ്ഞിനെ കൊല്ലാൻ തീരുമാനിച്ചിരുന്നു അത്ര. ഇവർ പുറത്തേക്ക് പോകുമ്പോൾ ആ കുഞ്ഞിനെ ഒറ്റയ്ക്ക് സൺഷെയ്ഡിന് മുകളിലാക്കിയിട്ട് പോകും. താഴേക്ക് വീഴുകയാണെങ്കിൽ അങ്ങനെ മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ എന്ന് ഓർത്തിട്ട്. ആ കുഞ്ഞ് എന്തുമാത്രം പേടിച്ചിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെ അതിനോട് ചെയ്യാന്ന് പറഞ്ഞാൽ കുഞ്ഞിന് നീതി കിട്ടണം. അതിനോട് ഈ ക്രൂരത കാണിച്ച 2 പേർക്കും ആ കുഞ്ഞ് അനുഭവിച്ചതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി അവരനുഭവിക്കണം.